കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരുപാട് ആളുകൾക്ക് നന്നായി ഓഡിയൻസ് റിട്ടൻഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ അവർക്ക് വേണ്ടത്ര വ്യൂസ് കിട്ടുന്നില്ല. അതിന് കാരണം യൂട്യൂബ് ഓൾറെഡി ഈ പുതിയ രീതിയിൽ വർക്ക് തുടങ്ങിക്കഴിഞ്ഞു. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 2026 നമ്മൾ കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 2026 കടക്കുമ്പോൾ യൂട്യൂബ് അൽഗോരിതം ഇനി മുതൽ പഴയതുപോലെ ആയിരിക്കത്തില്ല വർക്ക് ചെയ്യുന്നത്. യൂട്യൂബ് അൽഗോരിതം ഇനി മുതൽ വർക്ക് ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ രീതിയിലാണ്. പഴയതുപോലെ നമ്മുടെ CTRO, വ്യൂസോ, സബ്സ്ക്രൈബേഴ്സോ ഇനി മുതൽ യൂട്യൂബ് അൽഗോരിതം നോക്കത്തില്ല. അതുപോലെ നമ്മുടെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള ടൈറ്റിലോ തംബ്നെയിലോ പഴയതുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് യൂട്യൂബ് അൽഗോരിതം ഇനി മുതൽ നോക്കത്തില്ല. യൂട്യൂബ് അൽഗോരിതത്തിന് ഇനി മുതൽ നമ്മുടെ വീഡിയോയിൽ നിന്ന് 3 സിഗ്നലുകളാണ് കിട്ടേണ്ടത്. ഈ 3 സിഗ്നലുകൾ കിട്ടിയാൽ നമ്മുടെ വീഡിയോയ്ക്ക് കൂടുതൽ റീച്ചും വ്യൂസും കിട്ടും. അതല്ല, നിങ്ങൾക്ക് ഈ 3 സിഗ്നലുകൾ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പഴയതുപോലെ 100 അല്ലെങ്കിൽ 200 വ്യൂസിനുള്ളിൽ നിങ്ങളുടെ വീഡിയോ ഒതുങ്ങിപ്പോകും. നിങ്ങളുടെ ചാനൽ മുന്നോട്ട് പോകത്തേയില്ല. ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് അൽഗോരിതം കംപ്ലീറ്റ്ലി 360 ഡിഗ്രി മാറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ 3 സിഗ്നലുകൾ? ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളൊരു യൂട്യൂബ് ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ഏറ്റവും ആദ്യത്തെ സിഗ്നൽ എന്ന് പറയുന്നത് സെർച്ച് അഡാപ്റ്റബിലിറ്റി. ഇവിടെ നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക. യൂട്യൂബിൽ ഒരു പുതിയ ഫീച്ചർ വന്നിട്ടുണ്ട്, ആസ്ക് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫീച്ചർ തന്നെയായിരിക്കും. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുമുണ്ട്. ഇത് ക്രിയേറ്റേഴ്സിനുള്ള ആസ്ക് സ്റ്റുഡിയോയും ഉണ്ട്, വ്യൂവേഴ്സിനുള്ള ആസ്ക് സ്റ്റുഡിയോയും ഉണ്ട്. ഇതിൽ വ്യൂവേഴ്സിനുള്ള ആസ്ക് സ്റ്റുഡിയോയിൽ ഒരു വ്യൂവർ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അവിടെ യൂട്യൂബിനോട് ചോദിക്കാം വാട്ട് ഈസ് അബൌട്ട് ദീസ് വീഡിയോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ യൂട്യൂബ് ആ വീഡിയോ റീഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സമ്മറി ക്രിയേറ്റ് ചെയ്ത് അവർക്ക് കൊടുക്കും. അവർക്കത് വായിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇതിൽ നിന്ന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ എല്ലാ വീഡിയോസും യൂട്യൂബ് കംപ്ലീറ്റ്ലി റീഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇട്ടിരിക്കുന്ന ആ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇത് വാക്കുകൾ എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഇതൊരു കോമഡി വീഡിയോ ആണോ, എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആണോ, അതോ കിച്ചൺ വീഡിയോ ആണോ, കിച്ചൺ വീഡിയോ ആണെങ്കിൽ അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഏത് രീതിയിൽ പറയുന്നു, എങ്ങനെ പറയുന്നു, ഇതെല്ലാം യൂട്യൂബ് കറക്റ്റായിട്ട് റീഡ് ചെയ്യുന്നുണ്ട്. അതായത് നേരത്തെ എന്താണ് സംഭവിച്ചിരുന്നത്? യൂട്യൂബിൽ ഒരു ഓഡിയൻസ് എന്തെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ടൈറ്റിലും തംബ്നെയിലും ടാഗ്സിലും നമ്മൾ ഈ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ വീഡിയോ അവർക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുമായിരുന്നു. പക്ഷേ ഇനി ഇത് നടക്കത്തില്ല. കാരണം നമ്മുടെ വീഡിയോയെ കംപ്ലീറ്റ്ലി യൂട്യൂബ് റീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിൽ ഒരു ഓഡിയൻസ് എന്തെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് പെട്ടെന്ന് നമ്മുടെ വീഡിയോയുടെ ഒരു സമ്മറി ജനറേറ്റ് ചെയ്തിട്ട് ഇതിൽ യൂട്യൂബ് നോക്കും. അവർ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മുടെ ഈ വീഡിയോയിലുണ്ടോ, അവരുടെ ചോദ്യത്തിന് കംപ്ലീറ്റ് സൊല്യൂഷൻ നമ്മുടെ വീഡിയോയിൽ നിന്ന് കിട്ടുമോ. അങ്ങനെ കിട്ടുമെങ്കിൽ യൂട്യൂബ് നമ്മുടെ വീഡിയോയെ അവർക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കും. അതുപോലെ യൂട്യൂബിലുള്ള ഓരോ ഓഡിയൻസും ഏതൊക്കെ തരത്തിലുള്ള വീഡിയോസാണ് കാണാൻ ആഗ്രഹിക്കുന്നത് ഇതും യൂട്യൂബിന് വളരെ നന്നായിട്ട് അറിയാം. കാരണം യൂട്യൂബിൽ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നോക്കുന്നത് AI ആണ്. അതുകൊണ്ട് ഇനി മുതൽ നമ്മളിടുന്ന ഓരോ വീഡിയോസും ആ വീഡിയോയുടെ കണ്ടന്റിനെ കറക്റ്റായിട്ട് റീഡ് ചെയ്ത് അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടായിരിക്കും ഇനി മുതൽ യൂട്യൂബ് നമുക്ക് ഓട്ടോമാറ്റിക് റെക്കമെൻഡേഷനും തരുന്നത്. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ 2026 കടക്കുമ്പോൾ ഈ അൽഗോരിതത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ മനസ്സിലാക്കി വേണം നിങ്ങൾ വീഡിയോസ് ചെയ്യാൻ. നിങ്ങൾ ഏത് ടോപ്പിക്കിലുള്ള വീഡിയോസ് ചെയ്താലും ശരി, ആ ടോപ്പിക്കിനനുസരിച്ചുള്ള അതുപോലെ ആളുകളിലേക്ക് എത്താൻ സാധ്യതയുള്ള വാക്കുകൾ ഉപയോഗിച്ച് വേണം നിങ്ങൾ കാര്യങ്ങൾ അവിടെ അവതരിപ്പിക്കാൻ. അതുപോലെ തന്നെ ആരെങ്കിലും യൂട്യൂബിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ളത്, അത് നിങ്ങളുടെ ഈ ടോപ്പിക്കിനനുസരിച്ചുള്ള കാര്യങ്ങളും നിങ്ങളുടെ ഈ വാക്കുകളിൽ ഉൾപ്പെടുത്തുക. അതുപോലെ നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടെ ചെയ്യാം. നിങ്ങളുടെ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഇന്ന കാര്യത്തെക്കുറിച്ച് അറിയാൻ നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് കണ്ടു നോക്കുക. ഈ രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാവുന്നതാണ്. ഇതേ രീതിയിൽ നിങ്ങൾ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് അൽഗോരിതം നിങ്ങളുടെ വീഡിയോ കംപ്ലീറ്റ്ലി റീഡ് ചെയ്തിട്ട് ഇതിൻ്റെ ആവശ്യക്കാരാരാണോ അവരിലേക്ക് കറക്റ്റായിട്ട് ഇത് റെക്കമെൻഡ് ചെയ്യും. അതുപോലെ ആരെങ്കിലും എന്തെങ്കിലും സെർച്ച് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് അവരുടെ ആ സെർച്ച് ലിസ്റ്റിലേക്കും നമ്മുടെ ഈ വീഡിയോ എത്തുകയും ചെയ്യും. ഇനി അടുത്ത സിഗ്നൽ എന്ന് പറയുന്നത് വ്യൂവർ കമ്മിറ്റ്മെൻറ്റ്. അതായത് നിങ്ങളുടെ ഒരു വീഡിയോ ആളുകൾ ക്ലിക്ക് ചെയ്ത് കൂടുതൽ ക്ലിക്ക് കിട്ടിക്കഴിഞ്ഞാൽ CTR അവിടെ കൂടി പോകാറുണ്ട്. പക്ഷേ ഇനി അത് ചിലപ്പോൾ വർക്ക് ചെയ്യത്തില്ല. ഇനി യൂട്യൂബ് നോക്കുന്നത് നിങ്ങളുടെ വീഡിയോ ഒരാൾ ക്ലിക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ എത്ര നേരം അവർ ആ വീഡിയോ കണ്ടുകൊണ്ടേയിരുന്നു, അതായത് എത്ര നേരം നിങ്ങൾക്ക് ആ വീഡിയോയിൽ നിങ്ങളുടെ ഓഡിയൻസിനെ പിടിച്ചിരുത്താൻ പറ്റി. ഇതായിരിക്കും യൂട്യൂബ് ഇനി മുതൽ നോക്കുന്നത്. ഇത് നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ അതും ഇതുമായിട്ടൊരു വ്യത്യാസമുണ്ട്. അതായത് നിങ്ങളുടെ ഓഡിയൻസ് നിങ്ങളുടെ ടൈറ്റിലും തംബ്നെയിലും എന്ത് കാര്യം കണ്ടിട്ടാണോ നിങ്ങളുടെ ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത് കണ്ടത്, ഈ കാര്യം നിങ്ങളുടെ വീഡിയോയിലും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അവർ നിങ്ങളുടെ വീഡിയോ കൂടുതൽ നേരം കണ്ടുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. ഇനി മുതൽ യൂട്യൂബ് ഇത് കാര്യമായിട്ട് നോക്കും. അതായത് നിങ്ങളുടെ ടൈറ്റിലും തംബ്നെയിലും പറഞ്ഞിട്ടുള്ള അതേ കാര്യം തന്നെ നിങ്ങളുടെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് യൂട്യൂബ് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഇനി റീച്ച് കിട്ടുന്നത്.
അതുകൊണ്ട് നിങ്ങൾ വ്യൂസ് കൂട്ടാൻ വേണ്ടി മിസ്ലീഡിംഗ് ടൈറ്റിലും തമ്മിലും കൊടുക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിർത്തിക്കോ, അത് ഇനി മുതൽ വർക്ക് ചെയ്യത്തില്ല. നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ വീഡിയോസ് ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള ടൈറ്റിലും തമ്മിലും നിങ്ങൾ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത് കാണുന്ന ഓഡിയൻസ് അത് കറക്റ്റായിട്ടുള്ള ഓഡിയൻസ് ആയിരിക്കും. അവർ നിങ്ങളുടെ വീഡിയോ കൂടുതൽ നേരം കാണുകയും ചെയ്യും. അതുമാത്രമല്ല, അവർ ചിലപ്പോൾ നിങ്ങളുടെ മറ്റു വീഡിയോസും കണ്ടെന്ന് വരാം. ഇതെന്ന് പറയുന്നത് യൂട്യൂബ് അൽഗോരിതത്തിന് കിട്ടുന്ന ഒരു സിഗ്നലാണ്. യൂട്യൂബ് അൽഗോരിതത്തിന് മനസ്സിലാവും, ഈ ക്രിയേറ്റർ എന്താണോ അവരുടെ ടൈറ്റിലും തമ്മിലൂടെ ഈ ഓഡിയൻസിനോട് പ്രോമിസ് ചെയ്യുന്നത് അത് തന്നെയാണ് അവർ അവരുടെ വീഡിയോയിലും പറയുന്നത്. കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ക്രിയേറ്ററാണ്. അപ്പോൾ യൂട്യൂബ് അൽഗോരിതം നമ്മുടെ ഈ വീഡിയോസിന് കൂടുതൽ റീച്ച് തരും, നമുക്ക് കൂടുതൽ വ്യൂസും കിട്ടും, അതുപോലെ നമ്മുടെ ചാനൽ പെട്ടെന്ന് ഗ്രോ ആവുകയും ചെയ്യും. ഇനി അടുത്ത സിഗ്നൽ എന്ന് പറയുന്നത് ഇമോഷണൽ വെലോസിറ്റി. എന്താണ് ഈ ഇമോഷണൽ വെലോസിറ്റി? അത് ആദ്യം മനസ്സിലാക്കുക. അതായത് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഏതെങ്കിലും വീഡിയോയുടെ അനാലിറ്റിക്സ് കാണിക്കുന്നിടത്ത് ഓഡിയൻസ് റിട്ടൻഷൻ്റെ സ്ഥലത്തായിട്ട് ഒരു ഗ്രാഫ് കാണിക്കാറുണ്ട്. ഈ ഗ്രാഫിൽ ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ അപ്പായിട്ടും ചില സ്ഥലങ്ങളിൽ ഡൗൺ ആയിട്ടും കിടക്കും. അപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീക്ക് പോയിന്റ്സ്, അതായത് നമ്മുടെ വീഡിയോയുടെ ചില പാർട്ടുകൾ ആളുകൾ റിപ്പീറ്റ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും കാണുന്ന ആ ഒരു പാർട്ടാണ് ഈ അപ്പായിട്ട് പീക്ക് പോയിന്റ്സ് ആയിട്ട് അവിടെ കാണിക്കുന്നത്. സെയിം ഈ കാര്യങ്ങളും ഇനി മുതൽ യൂട്യൂബ് അൽഗോരിതം നോക്കുന്നതായിരിക്കും. അതായത് നിങ്ങളുടെ വീഡിയോയിൽ എത്ര പീക്ക് മൊമെന്റ്സ് ഉണ്ട്, അതായത് നിങ്ങളുടെ വീഡിയോയുടെ എത്ര പാട്ടിൽ ആളുകൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് ആ പാട്ട് കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ വീഡിയോയുടെ ഏതെങ്കിലും ഒരു പാട്ട് ആളുകൾ റിപ്പീറ്റ് അടിച്ച് കാണണമെന്നുണ്ടെങ്കിൽ ആ പാട്ടിൽ എന്തെങ്കിലും ഷോക്കിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ സർപ്രൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഇമോഷണൽ ടച്ച് വരുന്ന കാര്യങ്ങൾ ആ വീഡിയോയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ എത്രമാത്രം ഈ പീക്ക് മൊമെന്റ്സ് നിങ്ങളുടെ വീഡിയോയിലുണ്ടോ അതിനനുസരിച്ചും കൂടി ആയിരിക്കും ഇനി മുതൽ യൂട്യൂബ് അൽഗോരിതം നിങ്ങളുടെ വീഡിയോയ്ക്ക് റീച്ച് തരുന്നത്. അഥവാ നിങ്ങളുടെ വീഡിയോ ബോറിംഗ് ആണെങ്കിൽ അതുപോലെ പല ആളുകളും നിങ്ങളുടെ വീഡിയോസ് കംപ്ലീറ്റ് കണ്ടിട്ടുണ്ടാവാം, പക്ഷെ ആരും ആ വീഡിയോയുടെ ഒരു പാർട്ട് പോലും റിപ്പീറ്റ് അടിച്ച് വീണ്ടും വീണ്ടും കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഗ്രാഫും ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് അങ്ങ് പോകും. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ യൂട്യൂബ് അൽഗോരിതം നിങ്ങളുടെ ഈ വീഡിയോയെ വേണ്ടത്ര രീതിയിൽ മുന്നോട്ട് പുഷ് ചെയ്യത്തില്ല. പല ആളുകൾക്കും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് സംശയങ്ങളുണ്ട്. അവർക്ക് ഓഡിയൻസ് റിട്ടൻഷൻ നന്നായിട്ട് കിട്ടുന്നുണ്ട്, എന്നിട്ടും അവരുടെ വീഡിയോ മുന്നോട്ട് പോകുന്നില്ല. ഇതിന് കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ വീഡിയോ ആളുകൾ കാണുന്നുണ്ട്, പക്ഷെ ആരും റിപ്പീറ്റ് അടിച്ച് ഒരു പാട്ട് പോലും കാണുന്നില്ല, അതിൽ പീക്ക് മൊമെന്റ്സ് ഇല്ല. എന്ന് പറഞ്ഞാൽ 2026 നമ്മൾ കടക്കുന്നതേ ഉള്ളൂ, പക്ഷേ യൂട്യൂബ് ഓൾറെഡി ഈ പരിപാടി തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോയിൽ പീക്ക് മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുക. ഇതിനായിട്ട് നമ്മൾ വീഡിയോയിൽ നമ്മൾ ഇമോഷണൽ ടച്ച് കൊടുത്ത് വീഡിയോ ചെയ്യുക. ഇതെങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ എവിടെയൊക്കെ നമുക്ക് ഷോക്കിംഗ് എലമെൻറ്റ്സ് കൊണ്ടുവരാമോ അവിടെയൊക്കെ നമ്മൾ ഷോക്കിംഗ് എലമെൻറ്റ്സ് കൊണ്ടുവരിക. അതുപോലെ പാറ്റേൺ ബ്രേക്ക് ചെയ്ത് നമ്മൾ വീഡിയോസ് ചെയ്യുക, നന്നായിട്ട് എഡിറ്റിംഗ് ചെയ്യുക, അതുപോലെ സസ്പെൻസ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ വീഡിയോസ് ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് അൽഗോരിതത്തിന് നിങ്ങളുടെ വീഡിയോയിലുള്ള ആ ഒരു ഇമോഷണൽ വെലോസിറ്റി മനസ്സിലാവും. നിങ്ങളുടെ വീഡിയോയെ കൂടുതൽ ആളുകളിലേക്ക്, അതും കറക്റ്റായിട്ടുള്ള ഓഡിയൻസിലേക്ക് നിങ്ങളുടെ വീഡിയോയെ റെക്കമെൻഡ് ചെയ്യും. നിങ്ങൾക്ക് അവിടെ കൂടുതൽ റീച്ചും വ്യൂസും കിട്ടും. അപ്പോൾ ഈ 3 സിഗ്നലുകളാണ് ഇനി മുതൽ യൂട്യൂബ് അൽഗോരിതം മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. ഇത് കറക്റ്റായിട്ട് യൂട്യൂബ് അൽഗോരിതത്തിന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണോ എന്നുള്ളൊരു കാര്യം യൂട്യൂബ് നോക്കത്തില്ല. കറക്റ്റായിട്ടുള്ള ഓഡിയൻസിലേക്ക് നിങ്ങളുടെ വീഡിയോസിനെ പുഷ് ചെയ്യും. നിങ്ങൾക്ക് കൂടുതൽ റീച്ച് കിട്ടാൻ ഇത് ഉപകരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ അൽഗോരിതത്തിൽ വരുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കി വേണം ഇനി മുതൽ 2026 കിടക്കുമ്പോൾ നിങ്ങൾ വീഡിയോസ് ചെയ്യാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.